പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 15 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. കരമുയർത്തിയിട്ട് കർത്താവിനോട് പറ, നന്ദി പറ. യേശുവേ, അങ്ങേക്ക് നന്ദി. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി, അതിശയമായി, ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഈ പകൽക്കാലം അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായിട്ട് നടത്തുന്നതിന് സ്തോത്രം, ജയകരമായി നടത്തുന്നതിന് സ്തോത്രം, അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. 148 സങ്കീർത്തനം പറഞ്ഞു, യഹോവേ സ്തുതിപ്പീൻ, യഹോവേ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സർവ്വ സൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ. നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരുമിച്ച് ഒന്നുകൂടെ കരമുയർത്തി പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കരുതുന്ന കർത്താവിന് സ്തോത്രം, ഞങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം, ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്. അങ്ങ് കരുണയുള്ള പിതാവാകിയാൽ സ്തോത്രം, സ്നേഹമുള്ള അപ്പനാകിയാൽ സ്തോത്രം. ഫാദർ, വി വാണ്ട് ടു സേ താങ്ക് യു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പം നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ ഇന്ന് പകൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ രോഗികളായി ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവിക ആരോഗ്യത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ മക്കളുടെ മേൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ, കിഡ്നി സ്റ്റോണായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. യൂറിക് ആസിഡിൻ്റെ കൂടുതലായിട്ട് ആമേൻ, ജോയിൻറ്റ് പെയിനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലാത്തതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ റൈറ്റ് ഷോൾഡറിന് വേദനയായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവിക ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണം. രോഗശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി പൂർണ്ണമായിട്ട് വിട്ടുപോട്ടെ. അതുപോലെ എല്ലാ ഫൈനാൻഷ്യൽ നീഡ്സിൻ്റെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. വിവാഹത്തിൻ്റെ ആവശ്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ആമേൻ. ലോകവ്യാപകമായി ദൈവിക സമാധാനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. സ്വസ്ഥത എല്ലായിടത്തും ഉണ്ടാകുന്നതിനായി സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ മുഖാന്തരം ലോകവ്യാപകമായ ഒരു ഉണർവിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ. കർത്താവ് അത്ഭുതങ്ങളിലൂടെ നമ്മളെ നടത്തി. സ്തോത്രം. ഇനിയും കർത്താവ് അനുവദിച്ച നാളെ നമുക്ക് സഭായോഗമാണ്. ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങളിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങണം. കർത്താവ് നമുക്ക് വേണ്ടി തരുന്ന ആലോചനകളെ
സ്വീകരിപ്പാൻ, ദൈവികമായത് പ്രാപിക്കുവാൻ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഒരുങ്ങി ഇന്ന് പകൽക്കാലം പ്രിപ്പയർഡായിട്ട് വേണം നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, യൂദായുടെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം, യൂദായുടെ പുസ്തകം ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 20-ാമത്തെ വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ ആത്മീക വർധനവിനെ കുറിച്ചാണ്. ആമേൻ. നമ്മൾ ക്രിസ്തുവിലായി വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കരമായ ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സാധ്യതയാണ് വളർച്ചയെന്ന് പറയുന്നത്. ആത്മീകമായ വളർച്ച, കരങ്ങൾ ഉയർത്തി പറ, ആത്മീക വളർച്ച പ്രാപിക്കും. നമ്മൾ മറ്റു പലതിലും വളർച്ച പ്രാപിക്കുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു, ആത്മീക വർധനവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീകമായ അനുഗ്രഹങ്ങളിലും അനുഭവങ്ങളിലും ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. അനേകർ രക്ഷ പ്രാപിച്ചതിന് ശേഷവും ശിശുക്കളെ പോലെ തന്നെ നിൽക്കുക, അവരെ ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നില്ല. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ആത്മീക വർധനവ് പ്രാപിക്കണം. അത് നമ്മുടെ ഒരു പേഴ്സണൽ ആഗ്രഹമായിരിക്കണം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിപരമായ ആഗ്രഹമായിരിക്കണം, എനിക്ക് ആത്മീകമായ വളർച്ച പ്രാപിക്കണം, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം, ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കത്തക്കവണ്ണമുള്ള വിശ്വാസമുള്ള വ്യക്തിയായി ഞാൻ മാറണം. അത് നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കണം, നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ആഗ്രഹമുണ്ടാണ്, ആത്മീകമായി വളരണം. അപ്പോൾ ഒരാൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നാമതുണ്ടാകേണ്ടത് ആഗ്രഹമാണ്. രണ്ടാമത് അതിനുള്ള സ്റ്റെപ്പ് എടുക്കണം. ആഗ്രഹമില്ലാത്തവരെ നമുക്ക് സ്റ്റെപ്പ് എടുപ്പിക്കാൻ പറ്റത്തില്ല. അമ്മേൻ, ആഗ്രഹം ഉണ്ടാകണം. അത് കൺസിസ്റ്റൻ്റായിട്ട് തുടർമാനമായിട്ടുള്ള ആഗ്രഹമായിരിക്കും, ഒരു ദിവസത്തെ ആഗ്രഹമാകരുത്. എന്നും നമുക്ക് ഓടാൻ, നമ്മൾ എക്സസൈസ് ചെയ്യണം, നമുക്ക് ബോഡി ബിൽഡപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം ആദ്യമേ ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള സ്റ്റെപ്പ് എടുക്കണം. ആഗ്രഹം ഉണ്ടാകണം, സ്റ്റെപ്പ് എടുക്കണം. അപ്പോൾ കർത്താവ് പറയുന്നു, ആത്മീകമായി വർധന ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ രാജ്യത്തിന് നമ്മൾ പ്രയോജനമുള്ളവരായി തീരുകയുള്ളൂ. രണ്ട്, അതിന് നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. അതിനെന്ത് ചെയ്യണം? അപ്പം അതിനാവശ്യമായ ആത്മീക ആഹാരം നമ്മൾ ഭക്ഷിക്കുകയും ആത്മീകമായ എക്സസൈസുകളെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. ആത്മീക ആഹാരം എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് ആത്മീക ആഹാരം. വചനം ധ്യാനിക്കണം, വചനം നമ്മുടെ നാവ് കൊണ്ട് പറയണം. ആമേൻ. വചനം എന്തു പറഞ്ഞു അത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല, നമുക്ക് ആത്മീകമായ വളർച്ച പ്രാപിക്കുവാൻ അവിടെ സാധിക്കും. അപ്പം വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം ധ്യാനിക്കണം. അതുമാത്രം പോരാ, വചനം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തു പറ്റും? ആത്മീകമായ മുന്നേറ്റം ഉണ്ടാകാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വിശ്വാസത്തോടെ ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അത് നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. സ്പിരിച്വൽ അതോറിറ്റീസ് നമ്മൾ ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ ഉപയോഗിക്കണം. അതുമാത്രം പോരാ, ആത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ അതിൻ്റെ നിയോഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെയാണ് ആത്മീകമായ ഭയങ്കര വളർച്ച ഉണ്ടാകുന്നത്. ആമേൻ. വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. എങ്ങനെ ആത്മീക വർധനവ് വരുത്തുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആത്മീക വർധനവ് വരുത്തുന്നു എന്നാണ് കൊരിന്ത്യർ ലേഖനം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അന്യഭാഷ ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് അന്യഭാഷകളാൽ എന്നെ നിറയ്ക്കണം. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീക വർധന ഉണ്ടാകും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് എന്തുണ്ടാകണം? ആത്മീക വർധന ഉണ്ടാകണം. ആത്മീക വർധന ഉണ്ടായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ, ഒരു വീട്ടിലെ കുഞ്ഞ് എങ്ങനെ ആയിരിക്കുന്നത്? ആ വീട്ടിൽ കുഞ്ഞുണ്ട്, വലിയ വീടായിരിക്കും, ഭയങ്കര സമ്പന്നതയുള്ള വീടായിരിക്കാം, ഭയങ്കരമായ വീടാ, ഭയങ്കര കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര റിച്ച് ഫാമിലിയാണ്. പക്ഷേ കൊച്ചു കുഞ്ഞായിരിക്കുന്നിടത്തോളം കാലം ആ കുഞ്ഞ് ആ വീട്ടിലെ ജോലിക്കാരി പറയുന്നത് കേട്ടിരിക്കേണ്ടി വരും, വീട്ടിലെ ജോലിക്കാരി കൊടുക്കുന്നത് കഴിക്കേണ്ടി വരും, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ഇതാണ് പല ദൈവമക്കൾക്കും പറ്റിയിരിക്കുന്നത്. ആത്മീക വളർച്ചയില്ലാത്തത് കൊണ്ട് കിങ്ഡത്തിനകത്തെ ബ്ലെസ്സിങ്സിലൂടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അസൂയയും പിണക്കവും കുശുമ്പും, അവർക്ക് നന്മ വരുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിണക്കം, അവർക്ക് അനുഗ്രഹം വരുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദന. അയ്യോ, അവരെന്നോട് മിണ്ടിയില്ല, ഇവരെന്നെ നോക്കി ചിരിച്ചില്ല എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ ജീവിതം പാഴാക്കുക. അങ്ങനെ ആകാതെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, സഹോദരി, മാതാവേ, പിതാവേ, ആത്മീക വളർച്ച പ്രാപിക്കുക. അതിന് നമ്മൾ ശ്രമിക്കണം. നമുക്കൊരാഗ്രഹം ഉണ്ടാകണം. ദൈവവചനം ധ്യാനിക്കണം. നമ്മൾ ആരാധിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, സഭായോഗം കൂടുന്നവരായിരിക്കണം, അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ വിഷയങ്ങൾ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ കിങ്ഡത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമുക്കൊരു വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ
നമ്മൾ ഈ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോളം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴും അവരുടെ കാര്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ മറ്റുള്ളവരിലേക്ക്, അതായത് കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ദൈവരാജ്യത്തിന് വളർച്ച എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ വളർച്ച പ്രാപിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആത്മീയ വളർച്ച പ്രാപിക്കണം, അതിനുള്ള കൃപ എനിക്ക് ലഭിക്കണം. കർത്താവ് നിങ്ങളെ ആ ഒരു ലെവലിൽ ഉയർത്തട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.